വെൽക്കം ബാക്ക്. ഇന്ന് ഫയർ എഞ്ചിനീയറിംഗിൻ്റെ മോഡലാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ അതേ ടൈപ്പ് മോഡൽ തന്നെയാണ് ഇന്നും ഉള്ളത്. ആദ്യത്തേൽ നിങ്ങൾ ബ്രാക്കറ്റുള്ള ചോയ്സ് സെലക്ട് ചെയ്യുക. അത് ഞാൻ എഴുതിയ പോലെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ABCD അല്ലെങ്കിൽ 1, 2 റോമനോ എങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നോക്കിക്കോളൂ. വെറ്റ് റൈസർ പൈപ്പ് കെപ്റ്റ് ഡാഷ് ചാർജ്ഡ് വിത്ത് വാട്ടർ. വെറ്റ് റൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസർ സിസ്റ്റത്തിൻ്റെ ഡ്രൈ റൈസറുണ്ട്, വെറ്റ് റൈസറുണ്ട്. ഇതിൽ വെറ്റ് റൈസറിൽ എന്താണ് എപ്പോഴും വെള്ളം ഉണ്ടാകും, അതാണ് പെർമനൻ്റ്ലി ചാർജ്ഡ് വിത്ത് വാട്ടർ. അതിൽ ടെമ്പററി ഉണ്ട്, പെർമനൻ്റ്ലി വെൻ നീഡഡ് ഉണ്ട്. അതെന്താണ് എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം വെറ്റ് റൈസറിൽ, പെർമനൻ്റ്ലി ചാർജ്. ദ ഫസ്റ്റ് പമ്പ് ടു സ്റ്റാർട്ട് ഇൻ എ ഹൈഡ്രൻ സിസ്റ്റം ഈസ് ഡാഷ് പമ്പ്. ഹൈഡ്രൻ സിസ്റ്റത്തിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പമ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 7 ബാർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പമ്പ്. അതാണ് എപ്പോഴും സ്റ്റാർട്ടാവുന്നത്. ഫസ്റ്റ് പമ്പ് അതാണ്. എപ്പോഴും ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് വെള്ളത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉടനെ തന്നെ 7 ബാറിലേക്ക് കൊണ്ടുവരും. ആ പമ്പിൻ്റെ പേരാണ് ജോഗി പമ്പ്. ഓക്കെ, അതാണ് ഹൈഡ്രൻ സിസ്റ്റം. ഏതാണ് ജോഗി പമ്പ്, ഫസ്റ്റ് പമ്പ്. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്, മെയിൻ പമ്പുകളാണ്. മെയിൻ പമ്പുകൾ രണ്ടുണ്ട്, ഇലക്ട്രിക്കൽ പമ്പുണ്ട്, ഫ്യൂവൽ പമ്പുണ്ട്. ഇലക്ട്രിക്കൽ പമ്പാണ് കോമൺലി ഉപയോഗിക്കുക. ആൻഡ് പിന്നെയോ ഫ്യൂവൽ പമ്പ് ഇലക്ട്രിക്കൽ ഫെയിലിയർ ആണെങ്കിൽ ഉപയോഗിക്കും. ഓക്കെ, അതാണ് അടുത്തത്. ദ ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റ് ഇൻ്റർവെൽ ഓഫ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈസ്. ഓക്കെ, കോമൺലി ഒരു പേരാണ് ഇതിൽ. ഏതാണ് ഹൈഡ്രോളിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ടാങ്ക് കേട് വന്നിട്ടില്ല, കുറേ വർഷം കഴിയുമ്പം തുരുമ്പിച്ചതാണ്, അതിന് പ്രഷർ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ടോയെന്ന് നമ്മൾ ഒരു കൃത്യമായ കാലാവധിക്കുള്ള ആ കാലാവധിയാണ് ചോദിക്കുക. അതാണ് നോർമലി 4 years ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പക്ഷേ അങ്ങനെയല്ല. കണ്ടീഷനിൽ നിങ്ങൾ കൂടുതൽ എവിടെയും പോയി ചോദിക്കുകയാണ്, അതിൻ്റെ മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ അനുസരിച്ച് മാനുഫാക്ചർ ഇൻസ്ട്രക്ഷൻ ബോർഡ്. അതൊന്നും ഇല്ലെങ്കിൽ കോമൺലി 4 years ആണ്. അതെ. ദ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ഈസ് എ ഡാഷ് സെൻസർ. ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ഏതാണ്, സ്മോക്ക് ഡിറ്റക്ടർ ആണ് ഒപ്റ്റിക്കൽ ഉപയോഗിക്കുക. അയോണൈസേഷൻ ചേംബർ ഉണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക്, അതാണ് ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത്. അത് സ്മോക്ക് ഡിറ്റക്ടറിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്വിഷ് ഫയർ ബൈ ഡാഷ് മെത്തേഡ്. മെക്കാനിക്കൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഫ്യൂവലിന് കെടുത്താൻ വേണ്ടി, ഏതാണ് ലിക്വിഡ് കത്തുന്ന ലിക്വിഡിൻ്റെ പ്രതലത്തിൻ്റെ മുകളിൽ ബ്ലാങ്കറ്റ് വിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഫോം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എയറിനെ കടത്തി വിടില്ല അങ്ങോട്ടേക്ക്. അത് എയർ കിട്ടുന്നില്ലേ, ഓക്സിജനിലെ എയർ കോണ്ടാക്റ്റിനെ സ്റ്റോപ്പ് ചെയ്ത്, അതുകൊണ്ട് എന്താ ഓക്സിജനെ കട്ട് ചെയ്യുന്നുണ്ട്. സ്മൂതറിങ് മെത്തേഡാണ് അതിനുപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ആൾട്ടർനേറ്റ് വെറ്റ് കം ഡ്രൈ സ്പ്രിംഗ്ലർ ഓപ്പറേറ്റ് ഓൺ വെറ്റ് പ്രിൻസിപ്പൽ ഡ്യൂറിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൽ 2 മോഡ് എന്ന് പറഞ്ഞത് ഡ്രൈ മോഡും വെറ്റ് മോഡും. വെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൽ കംപ്ലീറ്റ് വെള്ളം നിറച്ചിരിക്കും. ഡ്രൈ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റിൽ അകത്തേക്ക്, അല്ലെങ്കിൽ ഏത് മെയിൻ സ്പ്രിംഗ്ലർ വാൾവിന് ശേഷമുള്ളത് എന്താണ്, ഒരു ഡിഫറൻഷ്യൽ വാൾവ് വെച്ച് എയർ ചാർജ് ചെയ്ത് വെച്ചിരിക്കും. അതാണ് ഡ്രൈ സിസ്റ്റം. ഇത് ഏതാണ് കാലാവസ്ഥ അനുസരിച്ച്, തണുപ്പുള്ള കാലാവസ്ഥ, ഐസ് ആവാൻ സാധ്യതയുള്ളപ്പോൾ എന്ത് ചെയ്യും, ഡ്രൈയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ വെറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എവിടെയാണ് വെറ്റ് ഉപയോഗിക്കുക, എപ്പോഴാണ് നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ, എപ്പോഴാണ് സമ്മറിലാണ് നോർമലി ഉപയോഗിക്കുക. ചൂട് മൺസൂണിനോ അല്ലെങ്കിൽ വിൻ്ററിനോ ഉപയോഗിക്കില്ല. കഴിയുന്നത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, സമ്മർ സീസണിലാണ് വെറ്റിലേക്ക് ഉപയോഗിക്കുന്നത്. ദ ബേസിക് എലിമെൻറ്റ്സ് ഓഫ് ഫയർ ട്രയാങ്കിൾ. ഒരു ഫയർ ട്രയാങ്കിളിൻ്റെ ബേസിക് എലമെൻറ്റ് നമുക്ക് വളരെ മുമ്പേ പറഞ്ഞു, ഫ്യൂവല്, ഓക്സിജൻ ആൻഡ് ഹീറ്റ്. ആ 3 അത് നോക്കി ഇതിൽ എഴുതിയാൽ മതി, ഫ്യൂവലും ഓക്സിജനും ഹീറ്റും. ഓക്കെ, അടുത്തത് ദ ടൈപ്പ് ഓഫ് ഫയർ വെൻ ബേണിംഗ് ഇൻവോൾവ് ഗ്യാസ്. ഇപ്പോൾ ഗ്യാസ് കത്തുകയാണെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ്, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യണം ഏത് ക്ലാസ് ഓഫ് ഫയറാണ് ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കേണ്ടത്. ഗ്യാസ് വരുന്നത് ക്ലാസ് B ഫയറിലാണ്. ലേറ്റസ്റ്റിൽ, പഴയതിൽ ക്ലാസ് C ആണ്, പക്ഷേ അഡ്വാൻസ്ഡ് ഇതിൽ ക്ലാസ് B ഫയറിലാണ് ഗ്യാസ് വരുന്നത്. ദ എക്സ്പെലൻ്റ് ഗ്യാസ് യൂസ്ഡ് ഇൻ സ്റ്റോർഡ് പ്രഷർ ടൈപ്പ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ സ്റ്റോർഡ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാട്ടേജ് ഇല്ലാത്ത ടൈപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻറ്റിൻ്റെ മുകളിൽ പെർമനൻ്റ്ലി ചാർജ് ചെയ്ത് വെക്കുന്നത്. അതിൽ ഏതാണ് ഉപയോഗിക്കുന്നത്,
നോർമലി രണ്ട് ഉപയോഗിക്കുക, CO2 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ DCP ABC പൗഡർ സോഡിയം ബൈ കാർബണേറ്റ് ആണെങ്കിൽ നൈട്രജൻ ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ CO2 ഉപയോഗിക്കുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നൈട്രജൻ എന്നുള്ളത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ നൈട്രജൻ N2 എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോയ്സ് ഇവിടെ CO2 എന്നുള്ളത് എടുത്താൽ മതി. സ്റ്റോർഡ് പ്രഷർ ടൈപ്പ് ABC പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ നോക്കിക്കോളൂ, പോർട്ടബിൾ ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ എന്തെല്ലാം ഉള്ളത്? അതിലെന്തുണ്ട്? ഒരു ഏജന്റ് ഡ്രൈ കെമിക്കൽ പൗഡർ, പിന്നെ ഡിസ്ചാർജ് ഹോണ് ഗേജ് കാട്ടേജ്. അതിൽ ഡിസ്ചാർജ് ഹോണില്ല, അത് കാർബൺ ഡൈ ഓക്സൈഡിനെ വരും, അതുകൊണ്ട് അതല്ല. DCP ഗേജ് നൈട്രജൻ ഡിസ്ചാർജ് ഹോൾസ്. ഓക്കെ, DCP ഗേജ് നൈട്രജൻ ഡിസ്ചാർജ് ഹോൾസ്, അതാണ് കറക്റ്റ്. ഓക്കെ, DCP CO2 കാർട്രേജ് ഇല്ല, കാരണം സ്റ്റോർഡ് പ്രഷറാണ്, പ്ലസ് ഡിസ്ചാർജ് ഹോൾസ്. അപ്പോൾ ഏതാണ്? DCP ഗേജ് നൈട്രജൻ ആൻഡ് ഡിസ്ചാർജ് ഹോൾസ്. ഡിസ്ചാർജ് ഹോൾ എന്നല്ല, ഹോസ് ആണ് കേട്ടോ. റിമൂവൽ ഓഫ് ട്രാപ്ഡ് പേഴ്സൺ ഫ്രം വിക്ടിം ഫ്രം എ സ്ട്രക്ചർ അണ്ടർ ഫയർ. ഓക്കെ, അപ്പം ഒരു സ്ട്രക്ചർ ഫയറിലായി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പേഴ്സൺസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇവാക്യുവേഷൻ എന്ന് പറയും. ഇനി അതിൽ ട്രാപ്പായ ഒരു വ്യക്തിയെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ റെസ്ക്യൂ എന്നാണ് പറയുക. ഓക്കെ, അതിന് ഏതെങ്കിലും മിഷനറിക്കുള്ളിൽ പെട്ടിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലൊക്കെ അതിന് ആ സമയത്തെ എക്സ്പ്ലിക്കേഷൻ വരും. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ റെസ്ക്യൂ എന്നുള്ള പദമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഡാഷ് ഈസ് നോൺ ആസ് എ വാട്ടർ ഹാമർ. വാട്ടർ ഹാമർ എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഹോൾസ് സഡൻലി, ഓക്കെ, നോസിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഹോൾസിലെ ഫ്ലോ സഡൻലി സ്റ്റോപ്പ് ആവുമ്പോൾ പ്രഷർ അല്ലെങ്കിൽ ഒരു ഷോക്ക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഹോൾസ് ഒക്കെ പൊട്ടിത്തെറിച്ചു പോകും. അതിനാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? അതാണ് ഷോക്ക് വേവ് ബൈ ക്ലോസിങ് വാൾവ് സഡൻലി, അതാണ് വരിക. പെട്ടെന്ന് തുറഞ്ഞാൽ സ്ലോലി. അതുകൊണ്ട് ഷോക്ക് വേവ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പതുക്കനെ തുറക്കാൻ, പിന്നെ അടയ്ക്കാൻ തുറക്കാനും പാടില്ല. ആസ് എ സഡൻ രണ്ടും ചെയ്യാൻ പാടില്ല, വളരെ ഗ്രാജുവലി മാത്രമേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് വേവ് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ് വരാൻ പാടില്ല. അതെന്ന് വെച്ചാൽ പ്രഷർ തിരിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതും പിന്നോട്ട് വരുന്നതായിട്ടുള്ള പ്രഷർ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോയിന്റിനാണ് എന്ത് പറയുന്നത്? ഷോക്ക് വേവ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഹാമർ എന്ന് പറയാൻ കാരണം ഒരു ഹാമർ കൊണ്ട് അടിക്കുന്ന പോലെ ശബ്ദം കേൾക്കാം. മെറ്റൽ പൈപ്പിൻ്റെ മുകളിലൊക്കെ ഹാമർ കൊണ്ട് അടിച്ചാലുള്ള ശബ്ദം പോലെ ഇത് ആ ഹാമർ പോയിന്റ് ഷോക്ക് വേവ് പോയിന്റിൽ നിങ്ങൾക്ക് ആ ശബ്ദത്തെ കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. അത് ഡ്രഞ്ചേഴ്സ് ആർ യൂസ്ഡ്. എവിടെയാണ് ഡ്രഞ്ചർ സിസ്റ്റം ഉപയോഗിക്കുന്നത്? ഡ്രഞ്ചർ സിസ്റ്റം സാധാരണ ഉപയോഗിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റേണലാണ്, റൂഫിൻ്റെ മുകളിൽ, മേൽക്കൂരയുടെ മുകളിൽ, വാളിൻ്റെ മുകളിൽ, അതേപോലെ തന്നെ. കാരണം പുറത്തുനിന്ന് തീ സ്ട്രക്ചറിൻ്റെ അകത്തേക്ക് വരാതിരിക്കാനുള്ള സംരക്ഷണം. അപ്പോൾ എവിടെയാണ് ഫിറ്റ് ചെയ്യുക? റൂഫും വിൻഡോയിലും, എക്സ്റ്റേണൽ ടു ദ ബിൽഡിങ്, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ബിൽഡിംഗ് അല്ല, എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ എവിടെയാണ്? ബാഹ്യമായിട്ട് റൂഫിൻ്റെയും വിൻഡോൻ്റെയും, അല്ല വിൻഡോ വാളിൻ്റെ മുകളിലും ഫിറ്റ് ചെയ്യും. അത് 3 ടൈപ്പാണുള്ളത്: റൂഫ്, വിൻഡോ, വാള്. അപ്പോൾ ഇവിടെ ഏതാണ് ചോയ്സ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. ലെറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ്, ഓക്കെ, അതിൽ ബുക്കിൽ നോക്കുക 2250 ഇതിലാണ് വരുന്നത്. എത്ര എന്നുള്ള കൃത്യമായിട്ട് നോക്കി എഴുതുക. ദെൻ ഫയർ ഈസ് എ ഡാഷ് റിയാക്ഷൻ ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഫ്യൂവൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ്. എന്താണ് ഫയർ ഈസ് എ? നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചതാണ്. ഡെഫിനിഷൻ കെമിക്കൽ റിയാക്ഷൻ ആണ്, രാസപ്രവർത്തനമാണ്. അപ്പം കെമിക്കൽ എന്നുള്ള എഴുതുക. ഡെൻസിറ്റി ഈസ് എന്താണ്? ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതാണ്. എങ്ങനെയാ? ഡെൻസിറ്റി D = V/m എന്നുള്ളതാണ്. വോളിയത്തിനെ മാസം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നിങ്ങളുടെ ബുക്ക് നോക്കി വീണ്ടും അത് പഠിക്കുക. സയൻസ് സ്റ്റുഡൻ്റ് ഒക്കെയാണ് പെട്ടെന്ന് പഠിച്ചിരിക്കും. ഓക്കെ, അടുത്തത് യൂണിറ്റ് ഓഫ് എനർജി. യൂണിറ്റ് ഓഫ് എനർജി എന്താ? ജൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഡാഷ് ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ഹീറ്റ് അബവ്. നോക്കിയോ, ഹൈ വാല്യൂ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലുള്ള വാല്യൂ അളക്കുക. അതാണ് തെർമോമീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ആ സാധാരണ നമ്മൾ പനി നോക്കുന്ന ടെമ്പറേച്ചറിൻ്റെ പുറത്തേക്കുള്ളത് നോക്കുന്നതിന് അതിന് പറയുന്ന പേരാണ് പൈറോമീറ്റർ എന്നാണ്. ഏതാണ്? പൈറോമീറ്റർ. അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ദെൻ ഫയർ ബ്ലാങ്കറ്റ് ഈസ് മെയ്ഡ് ഓഫ്.
ഇപ്പം ഫയർ ബ്ലാങ്കറ്റ് അനവധി മെറ്റീരിയലുണ്ട്, ഫയർ റിട്ടാർഡൻറ്റും ഫയർ പ്രൂഫ് മെറ്റീരിയൽ. ഇവിടെ കോമൺലി ഉപയോഗിക്കുന്നത് നമ്മൾ ആസ്ബറ്റോസ് ആണ്. ഓക്കെ. ഡാഷ് ഈസ് റിക്വയർഡ് അറ്റ് എമർജൻസി എക്സിറ്റ് ആൻഡ് എസ്കേപ്പ് റൂട്ട്. എമർജൻസി വഴികൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് ഇടണം, സേഫ്റ്റി സൈനേജ് വേണം, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഫിറ്റ് ചെയ്യണം. ഇതൊന്നുമല്ല, വേറെ എന്തുവാണ്? ഓക്കെ. എന്താ വേണ്ടത്? ശരിയായി എഴുതി വെച്ചിരിക്കണം, ന്യൂമറി എഴുതിയിരിക്കണം. എന്ത്? സൈന് എമർജൻസി എക്സിസ്റ്റ് എന്നുള്ളത് വളരെ ഫ്ലോറസെന്റ് ലൈറ്റിൽ. അതാണ് സേഫ്റ്റി സൈനേജ് ആണ് ഇമ്പോർട്ടൻ്റ് അവിടെ വരുന്നത്. അതാണ് ഉത്തരം വരുന്നത്. ഡാഷ് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് LPG ഫയർ വെൻ ഫയർ ഫൈറ്റിംഗ്. അപ്പം LPG ലീക്കായിട്ട് അല്ലെങ്കിൽ LPG ടാങ്കർ ആക്സിഡൻ്റ് ആയിട്ട് ഒരു ഫയർ ഫൈറ്റിങ് അല്ല തീപിടിച്ച് ഫയർ ഫൈറ്റിങ്, അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LPG ഫയർ വരുന്നതോടെ ചൂടാവുന്നത് ഹൈലി എക്സ്പാൻഡ് ആവും. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു ക്ലൗഡ് സൃഷ്ടിക്കും. ഇത് പെട്ടെന്ന് കൂടുതൽ എക്സ്പ്ലോഷനും തീയുടെ വ്യാപനത്തിനും കാരണമാകും. അതാണ് ഡിസഡ്വാൻറ്റേജ്. ഹീറ്റും ഇതെല്ലാം ഈസി ലിക്വിഫിക്കേഷൻ ഒന്നുമല്ല, ഹൈ എക്സ്പാൻഷനാണ്. ഓക്കെ. അതിൽ ഏറ്റവും ഡേഞ്ചർ. ഓക്കെ. അതാണ്. ഡാഷ് മാറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് സോളിഡ്, ലിക്വിഡ് ആൻഡ് വേപ്പർ. 3 അവസ്ഥയിലേക്ക് മാറ്റാവുന്ന ഒരു സാധനം ഏതാണ്? വെള്ളമാണ്. നമുക്ക് ഐസാക്കാം, അതേപോലെ തന്നെ നീരാവിയാക്കാം, അതേപോലെ തന്നെ പിന്നെ സോളിഡായിട്ട് ഐസ്, ലിക്വിഡായിട്ട് വാട്ടർ, ഗ്യാസായിട്ട് അല്ലെങ്കിൽ വേപ്പറായിട്ട് നീരാവി അല്ലെങ്കിൽ സ്റ്റീം. അതാണ്. DCP ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈസ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബൈ ഇറ്റ്സ് ഡാഷ് കളർ. നോക്കിയോളൂ, എല്ലാ ഏജന്റിൻ്റെയും ഒരു കളർ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റിങ്ക്വിഷർ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജന്റ് ആണെന്ന് അറിയാനുള്ളത് ഇന്റർനാഷണൽ കളർ കോഡാണ്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതാണ്? DCP ഉപയോഗിക്കുന്നത് ബ്ലൂ കളറാണ്. ഓക്കെ. ബിൽഡിംഗ് വിത്ത് ഹൈറ്റ് ബിറ്റ്വീൻ 15 and 24 മീറ്റർ ഷാൾ ബി ഇൻസ്റ്റാൾഡ് വിത്ത് റൈസർ സിസ്റ്റം. 15ഉം 24നും മുകളിൽ ഏത് റൈസർ സിസ്റ്റം ആണ്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡ്രൈ റൈസർ ഉണ്ട്, വെറ്റ് റൈസർ ഉണ്ട്, ഡൗൺ കമറൊക്കെ ഉണ്ട്. ഡൗൺ കമറൊക്കെ വിട്ടേക്കൂ. നിങ്ങൾ ഡ്രൈ റൈസറും വെറ്റ് റൈസറും ഉപയോഗിക്കൂ. നോർമലി ഡ്രൈ റൈസർ ഉപയോഗിക്കുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്. വിത്തിൻ 3 കിലോമീറ്റേഴ്സ് ഓഫ് പിന്നെ ഫയർ ബ്രിഗേഡ്, പിന്നെ വരുന്ന വഴിക്ക് ലെവൽ ക്രോസിംഗ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇവിടെ ഉള്ള ആൻസർ എന്താണ്? വെറ്റ് റൈസറാണ്. 15ഉം 24ലും നിർബന്ധമായിട്ടും വെറ്റ് റൈസർ ഉണ്ടായിരിക്കണം. ഓക്കെ. അടുത്ത 25ാമത്തെ ചോദ്യം. MAP മീൻസ്. MAP എന്ന് വെച്ച് കഴിഞ്ഞാൽ DCPയുടെ ഒരു ടൈപ്പ് DCPയുടെ ഷോർട്ട് ഫോം ആണ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ്. അതാണ് MAP, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ബാക്കിയൊക്കെ അത് ചിന്തിച്ചാൽ മതി. MAP എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യുന്നു. 26ാമത്തെ. വെർ ഈസ് എ ലിക്വിഡ് ഫ്യൂവൽ കണ്ടെയ്ൻഡ് ഫയർ ഒക്കേഴ്സ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂളായിട്ട് കെട്ടിക്കിടക്കുന്ന ഫയർ, ഒതുങ്ങിക്കിട്ടുന്നത്. ഓക്കെ. അതിനെയാണ് പൂൾ ഫയർ എന്നതാണ്. ഓക്കെ. ദെൻ അടുത്ത 27. ആൽക്കഹോൾ, പെട്രോൾ, ഡീസൽ, കറോസിൻ ആൻഡ് ലൂബ്രിക്കേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ക്ലാസ്. ഏത് ക്ലാസ് ഫയറിലാണ് വരുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവല് ഇതാണ്. ഏത് ക്ലാസ്സിലാണ് ആൽക്കഹോൾ? ഇത് ക്ലാസ് ബിയിലാണ് അത് വരുന്നത്. ഓക്കെ. സ്മൂതറിംഗ് മെത്തേഡ് എക്സ്റ്റിങ്ക്വിഷ് ഫയർ ബൈ കട്ടിംഗ് ഓഫ്. സ്മൂതറിംഗ് മെത്തേഡ് എന്താ ചെയ്യുന്നത്? ഓക്സിജനെ കട്ട് ഓഫ് ചെയ്തിട്ട് തീ കൊടുക്കുന്നു. അതാണ് ഓക്സിജൻ എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഫയർ ഹോസ് ഈസ് 15 മീറ്റർ ആണ്. സാധാരണ കട്ട് ചെയ്യുന്നത് 15 മീറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ 25. ജനറലി എടുക്കുന്നത് 15 മീറ്റേഴ്സിലുള്ളതാണ്. ഓക്കെ. ദ അഡോറിംഗ് ഏജന്റ് ഓഫ് LPG ഈസ് എഥിനോൾ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ കഴിഞ്ഞ ക്ലോറിനും ഇതൊക്കെ നിങ്ങൾക്കറിയാം ടോക്സിക് ആയിട്ട് വരുന്നതാണ്. ബ്രോമൈനും ഇതൊക്കെ അതിൽ ഇഥിനോയിൽ എന്നുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഫുൾ ഫോം ഓഫ് LPGയുടെ ഫുൾ ഫോം കൃത്യമായിട്ട് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ്. ലിക്വിഫൈഡ് പെട്രോളിയം, അത് നോക്കി എഴുതണം. ബാക്കിയുള്ള അതിൻ്റെ കറക്റ്റ് നോക്കുക എന്താണെന്നുള്ളത്. ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കർ ഇൻ 3 ഫോംസ്. ഓക്കെ. ഇൻ ദ ഫോം ഓഫ്, അല്ലെ ഹീറ്റ് ട്രാൻസ്ഫർ 3 തരത്തിൽ. ഏതെല്ലാം ഫോം എന്നാ ചോദിക്കുന്നത്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അത് മാത്രം കറക്റ്റ് സ്പെല്ലിംഗ് നോക്കി നോക്കണം. അല്ലെങ്കിൽ കണ്ടക്ടർ, ഇൻസുലേറ്റർ, ട്രാൻസിസ്റ്റർ, കണ്ടക്ടർ, കൺവെക്ഷൻ, റിയാക്ഷൻ എന്നൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് കറക്റ്റ്
സ്പെല്ലിങ് നോക്കി അത് 3 കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്നുള്ളത് എഴുതിക്കൊള്ളുക. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ബ്രാഞ്ച് പൈപ്പ് ആൻഡ് നോസിൽസ്? ബ്രാഞ്ച് പൈപ്പ് നോസിൽ എന്താ ഉപയോഗിക്കുന്നത്? ഫയർ ഫൈറ്റിങ്ങിന് വെള്ളത്തെ എന്താണ് സ്പ്രേ, ജെറ്റ്, ഫോഗ് മോഡുകളിൽ വേണ്ടിയിട്ട് അതിൽ അല്ലെങ്കിൽ വെലോസിറ്റി മാറ്റിയിട്ട് എന്താണ് പ്രഷറിലാണ് എന്താണ് ഹോസിൽ കൂടെ വെള്ളം വരുന്നത്. അതങ്ങ് ഫയറിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യും? മോഡ് കൺവേർട്ട് ചെയ്യും. സ്പ്രേ, ജെറ്റ്, ഫോഗ് ഇതിലേക്കൊക്കെ മാറ്റിയിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രാഞ്ച് പൈപ്പും നോസിലും ഉപയോഗിക്കുന്നത്. ബ്രാഞ്ച് പൈപ്പിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് പ്രഷർ ഇൻടു വെലോസിറ്റി. നോസിൽ എന്താ ചെയ്യുന്നത്? ആ വെലോസിറ്റി ഫ്ലോയിനെ ജെറ്റ് മൂഡിലേക്ക് മാറ്റുന്നു. ജെറ്റ്, ഫോഗ്, ഫ്ലോ ഏതാണോ നോസിൽ ഉപയോഗിച്ച് അതിനനുസരിച്ചാണ് മാറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് എഴുതുക. ദ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ഗ്രൂപ്പ് എച്ച്. ഏതാണെന്ന് നോക്കി ഇതാണ് വരുന്നത്. ദെൻ ഹീറ്റ് ട്രാൻസ്മിറ്റ്, അതൊക്കെ ഒന്ന് വീണ്ടും പഠിക്കണം. ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷനൊക്കെ ഞാൻ കഴിഞ്ഞ റിവിഷനിൽ കറക്റ്റ് തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വളരെ ഇത് കൺസ്ട്രക്ഷൻ സേഫ്റ്റിയിൽ ഇതിലും അതേപോലെ തന്നെ ഇതേ ഫയർ എഞ്ചിനീയറിംഗിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ചെയ്യാം. ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ടു അറ്റ്മോസ്ഫിയർ വിത്തൗട്ട് എനി മീഡിയ. ഒരു പരസഹായത്തിൻ്റെ സഹായമില്ലാതെ താപം സഞ്ചരിക്കുന്നതാണ്. സൂര്യന് ഭൂമിയിലേക്ക് താപം എത്തുന്നത് എങ്ങനെയാണ്? റേഡിയേഷൻ മെത്തേഡ്. അതേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസും ഉണ്ട്. സ്പേസിൽ ഒന്നുമില്ല, ശൂന്യതയാണ്. അതിൽ കൂടെയും സൂര്യപ്രകാശം കടന്നു വരുന്നത്. അപ്പോൾ എന്താണ്? റേഡിയേഷൻ എന്നുള്ളതാണ് അവിടെ ഉപയോഗിക്കുന്നത്. സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. 4ാമത്തെ സ്ലൈഡിലേക്ക് വരുന്നത് നോക്കിക്കോളൂ. ആദ്യത്തെ ചോയ്സ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? സെലക്റ്റീവ് ആയിട്ടുള്ളത്. അത് സൂട്ടബിൾ ആയിട്ടുള്ള സെലക്ട് ചെയ്യണം. അതാണ്. ഇനി നോക്കിക്കോളൂ, നിങ്ങൾ ഓൺ ആയിട്ട് തന്നെ നിങ്ങളെ ഓൺ വേർഡിൽ എഴുതണം. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് നിങ്ങൾക്ക് സെലക്ഷൻ ചോയ്സിൽ നിങ്ങൾ പഠിച്ചിട്ടത് എഴുതുക. അതാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് യുവർ ഓൺ വേർഡ്സ്. അടുത്ത രീതി മാക്സിമം സീലിംഗ് ഹൈറ്റ് ഫോർ സ്മോക്ക് ഡിറ്റക്ടേഴ്സ്. അതിൽ തന്നിട്ടുണ്ട്, അത് നോക്കുക. ഡാഷ് ഈസ് ദ, ഇതൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഡാഷ് ഈസ് ദ ഏജന്റ് യൂസ്ഡ് ഇൻ DCP ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അതിലേതെല്ലാം ഏജന്റുകൾ? ഡ്രൈ കെമിക്കൽ പൗഡർ ഏതെല്ലാം? 2 സോഡിയം ബൈ കാർബണേറ്റ് ബേസ്ഡ് ഉണ്ട്, പൊട്ടാസ്യം ബൈ കാർബണേറ്റ് ബേസ്ഡ് ഉണ്ട്. അതാണ് 2 ഏജന്റുകൾ. CO2 ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് ഫയർസ്. ഏത് ടൈപ്പ് ഫയറിനാണ് അതിൻ്റെ ഏതൊരു കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്തു കഴിഞ്ഞാലും അതിൽ ക്ലാസ് മാർക്കിംഗ് കാണാം. അതിൽ 2 ക്ലാസ് മാർക്കിംഗ് ഉണ്ടാവും. ഒന്ന് B and C ഫയർസ്. അത് മാത്രമാണ് ഇത് CO2 ഉപയോഗിക്കുന്നത്. B ഫയറിന് ഉപയോഗിക്കുക. കാരണം എന്താണ്? ലിക്വിഡ് ഫ്യൂവലിൻ്റെയും ഇതിൻ്റെ മുകളിൽ അതെന്ത് ചെയ്യും? തങ്ങി നിൽക്കും. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഹെവിയർ ആണ്. അതുകൊണ്ട് ഓക്സിജനെ സപ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ നിൽക്കും, സ്മൂതറിങ്. അതേപോലെ തന്നെ ഗ്യാസ് ആണ് ഡൈല്യൂട്ടഡ് ഇതിലേക്ക്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നോൺ കണ്ടക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് B and C ഫയേഴ്സ് എന്ന് പറയുന്നത്. അത് ഡാഷ് ഈസ് യൂസ് ടു മെഷർ ഹൈ ഹീറ്റ് വാല്യൂ അബവ് തെർമോമീറ്റർ റേഞ്ച്. നേരത്തെ ഇത് പറഞ്ഞതാണ്, പൈറോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അത് വേറെയും ചിലതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അനവധി. കാരണം കോണായിട്ടുള്ളതും അതൊക്കെ അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് വെക്കണം. ദ ഫോർത്ത് എലിമെന്റ് ഓഫ് എ ഫയർ നോക്കിയോളൂ. 3 ഫയർ ട്രയാങ്കിളുണ്ട്. 4ാമത്തെ ഇത് ഫോർത്ത് ആണ്. 4 എലിമെന്റ് അല്ലെങ്കിൽ ഫോർത്ത് എലിമെന്റ് എന്തെങ്കിലും ഇതായിരിക്കും. ചിലപ്പോൾ ഫോർത്ത് ചോദിക്കാം, അല്ലെങ്കിൽ 4 എലിമെന്റ്. 4 എലിമെന്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഫ്യൂവൽ, ഓക്സിജൻ, ഹീറ്റ് ആൻഡ് ചെയിൻ റിയാക്ഷൻ. ഇനി ഫോർത്ത് എലിമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അൺഇൻഹിബിറ്റഡ് ചെയിൻ റിയാക്ഷൻ എന്ന് അതിലുണ്ട്. ദ ഫ്ലോ ഓഫ് ഡാഷ് ഈസ് കോൾഡ് കറണ്ട്. കറണ്ട് എന്താണ്? നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ ക്ലാസ് പഠിച്ചു തുടങ്ങിയാണ്. എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് ട്രാപ്ഡ് വിക്ടിം ഫ്രം എ സ്ട്രക്ചർ അണ്ടർ ഫയർ. ഓക്കെ, ഫയറിൽ പെട്ടുപോയി, കുടുങ്ങിപ്പോയി, അവന് പുറത്തു വരാൻ യാതൊരു മാർഗവുമില്ല. അവനെ തപ്പി കണ്ടുപിടിക്കണം നമ്മൾ. അതിനാണ് എന്ത് പറയുന്നത്? റെസ്ക്യൂ എന്ന് പറയുന്നത്. ഡാഷ് ഈസ് റെഡ്യൂസിങ് ഏജന്റ് ഓഫ് എ കമ്പസ്റ്റൻ. ഒരു തീയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘടകം ഏതാണ്? ഫ്യൂവലാണ്. കാരണം കത്തുന്നതിനനുസരിച്ച് ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അതിനെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ആൻ എക്സാമ്പിൾ ഓഫ് ക്ലാസ് സി ഫയർ ഏതാണ്? സ്വിച്ച് ബോർഡ് ഫയർ എഴുതാം നിങ്ങൾക്ക്. കമ്പ്യൂട്ടർ ബേണിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്,
ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമേഴ്സിൽ തീ ഉണ്ടാവുന്നത്, ഇതൊക്കെ ക്ലാസ് സി ഫയറിലാണ് വരുന്നത്. ദ ടൈപ്പ് ഓഫ് ഫയർ ഇൻവോൾവ് ഇൻ ഗ്യാസ് ബേണിംഗ്. ഗ്യാസ് ബേണിംഗ് ആണെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പെടുത്തുക? അതിന് ക്ലാസ് ബിയിലാണ് കൊണ്ടുവരിക. കാരണം ലിക്വിഡ് ആയിട്ടുള്ളതും ഗ്യാസ് ആയിട്ടുള്ളതൊക്കെ ലേറ്റസ്റ്റ് ഇതിൽ ക്ലാസ് ബിയിലാണ് വരുന്നത്. ഡാഷ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ റൂഫ് ടു പ്രിവെന്റ് ഡാമേജ് ഫ്രം അഡ്ജസന്റ് ബിൽഡിംഗ്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് എന്താണ്? ഡ്രഞ്ചേഴ്സ് ആണ് റൂഫിന്റെ എക്സ്റ്റേണൽ ടു ദ ബിൽഡിംഗ്. ഇതാണ് പുറത്തുനിന്നുള്ള തീയിന്ന് ആ സ്ട്രക്ചറിനെ സംരക്ഷിക്കാൻ വേണ്ടി. അഡ്ജസന്റ് എന്ന് വെച്ചാൽ അടുത്ത് കിടക്കുന്ന സാധനത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റരുത്. ഫയർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഫ്യൂവൽ വേപ്പർ ആൻഡ്, റിയാക്ട് ചെയ്യുന്ന രണ്ട് ആൾക്കാരേ ഉള്ളൂ. ഏതാണ്? ഫ്യൂവൽ വേപ്പറും ഓക്സിജനും. ഇത് റിയാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഘടകം മാത്രമേ ഹീറ്റ് ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് ഫ്യൂവൽ വേപ്പറും ഓക്സിജനും മാത്രമാണ്. എക്സ്റ്റിംഗ്വിഷിംഗ് ഫയർ ബൈ സ്റ്റോപ്പിംഗ് ഫ്യൂവൽ സപ്ലൈ ഈസ് നോൺ ആസ്, ഏതാണ്? സ്റ്റാർവിംഗ്. ഓക്കെ, സ്റ്റാർവിംഗ്, സ്മൂതറിംഗ്, കൂളിംഗ് ആൻഡ് ഇൻഹിബിഷൻ, 4 പ്രിൻസിപ്പിൾ. സ്റ്റാർവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യുക, കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക, സ്മൂതറിംഗ് എന്ന് വെച്ചാൽ ഓക്സിജൻ കട്ട് ചെയ്യുക. ഓക്സിജൻ നേരിട്ട് കട്ട് ചെയ്യാൻ കഴിയില്ല, എയറിനെ കട്ട് ചെയ്തിട്ട് ഓക്സിജന്റെ അവൈലബിലിറ്റി. ഇൻഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പസ്റ്റനില് ചെയിൻ റിയാക്ഷൻ പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യുക. ബെസ്റ്റ് ഏജന്റ് ടു ബ്ലാങ്കറ്റ് എ ലിക്വിഡ് സർഫസ് ഫയർ. ഓക്കെ, ഈ ലിക്വിഡ് സാധനം, ഡീസൽ കത്തുന്നു, ഓക്കെ, അങ്ങനെയുള്ള ഏതെങ്കിലും ആൽക്കഹോൾ കത്തുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ കത്തുമ്പോൾ, ലൂബ്രിക്കൻ്റ് മെറ്റീരിയൽസ് കത്തുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ കത്തുമ്പോൾ, ഓയിൽ, വെജിറ്റബിൾ ഓയിലും ഇതൊക്കെ ഇതിൽ വരുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് ഏതാണ്? പിന്നെ വാർണിഷ്, പെയിന്റിനൊക്കെ തീ പിടിച്ചാൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിനുപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് മെക്കാനിക്കൽ ഫോമാണ് നമ്മൾ ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഫോം എഴുതിയാലും ശരിയാണ്, പക്ഷെ നമ്മൾ പ്രസന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം ഇത് കെമിക്കൽ ഫോമിച്ച് അബോളിഷ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന? മെക്കാനിക്കൽ ഫോമാണ്. ഓക്കെ, ഫ്യൂവൽ സപ്ലൈ ഈസ് എക്സ്റ്റിംഗ്വിഷിംഗ് ഫയർ ബൈ സ്റ്റോപ്പിംഗ് ഫ്യൂവൽ സപ്ലൈ, അതാണ് ഇത് സ്റ്റാർവിംഗ്. ബെസ്റ്റ് ഏജന്റ് ടു ബ്ലാങ്കറ്റ് ലിക്വിഡ് സർഫസ് ഈസ് മെക്കാനിക്കൽ ഫോം. അതാണ് ഇതിലുള്ളത്. ഓക്കെ, കണ്ടിന്യൂ. 5 15ാമത്തെ ഡാഷ് ഡിവൈസ് ഈസ് യൂസ് ടു ജനറേറ്റ് മെക്കാനിക്കൽ. ഇപ്പം നേരത്തെ പറഞ്ഞു ഫോം ഉണ്ടാക്കുന്നത്. മെക്കാനിക്കൽ ഫോം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ പേര് ഏതാണ്? ഫോം മേക്കിംഗ് ബ്രാഞ്ച് പൈപ്പ്, FMB. അതാണ് ഇതുണ്ട്. FMB ഷോർട്ട് എഴുതാൻ വേണമെങ്കിൽ, FMB ഫുൾ ഫോം വേണമെങ്കിൽ എഴുതുക. ഫോം മേക്കിംഗ് ബ്രാഞ്ച് പൈപ്പ്, അതാണ്. സോഡിയം ബൈകാർബണേറ്റ് ബേസ്ഡ് DCP ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ. സോഡിയം ബേസ്ഡ് രണ്ടെണ്ണമുണ്ട്, സോഡിയം ബേസ്ഡും പൊട്ടാസ്യം ബേസ്ഡ്. സോഡിയം ബേസ്ഡ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ BNC ഫയർ ആണ്. പൊട്ടാസ്യം ബേസ്ഡ് ആണ് ABC ഫയറിന് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട BC എന്നുള്ളതാണ്. ഓക്കെ, 2 തവണ സോഡിയം ബേസ്ഡ് ഉണ്ട്, പൊട്ടാസ്യം ബേസ്ഡ് ആണ് ജനറൽ ഫയേഴ്സിന് ഉപയോഗിക്കുന്നത്. സോഡിയം ബേസ്ഡ് ആണ് BNC ഫയേഴ്സിന്. പൊട്ടാസ്യം ബേസ്ഡ് ആണെങ്കിൽ ABNC ഫയർ. 3നും ഉപയോഗിക്കാം, 2 വ്യത്യാസമാണ്. Jet discharge coverage of water type portable fire extinguisher is എന്നാണ്? മാക്സിമം റേഞ്ച് 6 ആണ്. അപ്പം നമ്മൾ സാധാരണ എഴുതുമ്പോൾ 6 എഴുതിയാൽ ശരിയാണ്. 6 to 4 മീറ്റർ എന്നാണ്. പെട്ടെന്ന് ആദ്യത്തെ പ്രഷറിന് പുറത്തുനിന്ന് റെഡ്യൂസ് ആവും, വെള്ളം കുറയുമ്പോൾ. അതെന്ത് ചെയ്യുന്നു? 4 മീറ്റർ വരെ. അതാണ് എഫക്റ്റീവ് റേഞ്ച്, 4 മീറ്റർ. അപ്പം 6 to 4 മീറ്റേഴ്സ് ആണ് എഫക്റ്റീവ് റേഞ്ച്. 6 ആണ് കറക്റ്റ് തരേണ്ടത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 6 എഴുതാം, അല്ലെങ്കിൽ 6 to 4 മീറ്റേഴ്സ്. കാരണം ഏതാണ്? പ്രഷർ താഴുന്നതിനനുസരിച്ച്, ഏജന്റ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ അളവ് കൂടും, എക്സ്പാൻഷൻ ഗ്യാപ്പ് കൂടി വരും. ആ സമയം സമ്മർദ്ദം കുറയും. ആ സമയത്ത് അതെന്താവും? 4 മീറ്റർ ഡിസ്റ്റൻസിന്റെ ഉള്ളിലേക്ക് എത്തും. എന്നാലും എഫക്റ്റീവ് റേഞ്ച് ആണ് അത് കേട്ടോ. ഫയർ ബക്കറ്റ്സ് ആർ പെയിന്റഡ് വൈറ്റ് ഇൻസൈഡ് ആൻഡ്, ഏതാണ്? എല്ലാ ഫയർ ബക്കറ്റും പുറത്ത് നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണുന്നതാണ്. റെഡ് ഓക്സൈഡ് ആണ് ഔട്ട്സൈഡ് പെയിന്റ് ചെയ്യുന്നത്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ഏജന്റ് ഓൾ ഓവർ ദ, ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും, കാരണം ഫയർ ടെൻഡറും കാര്യങ്ങളൊക്കെ എന്താണ് കൊണ്ടു നടക്കുന്നത്? വെള്ളമാണ്, വാട്ടറാണ്. ഓക്കെ, വർക്കിംഗ് ഡ്യൂറേഷൻ ഓഫ് 9 ലിറ്റർ വാട്ടർ പവർ പോർട്ടബിൾ എക്സ്റ്റിംഗ്വിഷർ ഈസ് 60 സെക്കൻഡ് ആണ് നോർമലി.
പഴയ ഇതിലൊക്കെ നമുക്ക് ചോദ്യോത്തരങ്ങളിലൊക്കെ കാണാം 60 to 90 സെക്കൻഡ്, 90 സെക്കൻഡിലേക്ക് പോകുന്നില്ല. ഇപ്പം എന്താണ്, വിത്തിൻ 60 സെക്കൻഡിലോട് അത് കവറേജ് തീരും. ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര എഴുതണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, 1 മാർക്കിൻ്റെതാണെങ്കിൽ 2 വരി, അതല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള 1-2 വരി മതി. 3 ആണെങ്കിൽ 2-3 വരിയുള്ള, അങ്ങനെ 5 മാർക്കിൻ്റെ ഉണ്ടാകും, 6 മാർക്കാകും. അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യണം. വാട്ട് ഈസ് എ ഫയർ ട്രയാങ്കിൾ? ഓക്കെ, ഫയർ ട്രയാങ്കിൾ എന്താ? ബേസിക് എലിമെന്റ്സ് ഓഫ് ഫയർ കാണിക്കുന്നതാണ്. 3 ഭുജങ്ങളുടെ ട്രയാങ്കിളിൽ 3 എലിമെന്റ്സിന്. വാട്ട് ആർ ദ ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ? ബേസിക് ക്ലാസിഫിക്കേഷൻ എന്താ? 5 എണ്ണം: എ, ബി, സി ആൻഡ് ഡി. ആൻഡ് വേറെ ഒന്നുണ്ട്, എ, ബി, സി, ഡി ആൻഡ് കെ അല്ലെങ്കിൽ എഫ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ്? മെത്തേഡ്സ് 4 മെത്തേഡ്സും പറയണം. ഏതെല്ലാണ് മെത്തേഡുകൾ? സ്റ്റാർവിംഗ് ഉണ്ട്, സ്മൂതറിംഗ് ഉണ്ട്, കൂളിംഗ് ഉണ്ട്, ഇൻഹിബിഷൻ മെത്തേഡ്. അത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വെറും ഇതാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ കൂടുതൽ മാർക്കുണ്ട്, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. വാട്ട് ആർ ദ പ്രസന്റ് ടൈപ്പ് ഓഫ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇൻ യൂസ്? അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഇൻ യൂസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ട്. വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ഫോം ഉണ്ട്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്, പിന്നെ ഡി സി പി ഉണ്ട്. ഡി സി പി 2 സ്റ്റോർഡ് പ്രഷറും ഉണ്ട്, അതേപോലെ തന്നെ കാർട്ടേജ് ഓപ്പറേറ്റഡ് ടൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ ഏതാ ഹെലോൺ ആൾട്ടർനേറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഒന്ന് ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റോർഡ് പ്രഷർ ടൈപ്പ് ആൻഡ് കാർട്ടേജ് ഓപ്പറേറ്റഡ്. കാർട്ടേജ് ഓപ്പറേറ്റഡ് എന്താണ്? എക്സ്പെലന്റ് കാർട്ടേജിൽ, സീൽഡ് കാർട്ടേജിൽ വെച്ചിട്ട് ക്യാപ്പിന്റെ അടിയിൽ സ്ക്രൂ ചെയ്ത് വെക്കുന്നു, ആവശ്യമുള്ളവരെ പൊട്ടിച്ചിട്ട് ഉപയോഗിക്കുന്നു. സ്റ്റോർഡ് പ്രഷറിൽ എന്താ? പെർമനന്റ്ലി ചാർജ്ഡ് ആണ്. ഏതാണെന്ന് വെച്ചാൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഓൾവേസ് അണ്ടർ പ്രഷർ. അതിന്റെ പ്രഷർ കണ്ടീഷൻ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? പുറത്തൊരു ഗേജും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നിങ്ങൾ ഇൻസ്റ്റന്റ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സേഫ്റ്റി പിൻ വലിച്ച് ലിവർ ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ. ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം, മറ്റേതിന് ഇന്റർമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആണ്. നമുക്ക് ലിവർ വിടുന്നതോടെ എന്ത് ചെയ്യുന്നു? ജെറ്റ് ഡിസ്ചാർജ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൽ ഏറ്റവും വലിയ വ്യത്യാസം. ഒന്ന് കണ്ടിന്യൂസ് ആണ്, മറ്റേ ഇന്റർമീഡിയറ്റ് ഓപ്പറേഷൻ ആണ്. ഒന്നിൽ CO2 കാർട്ടേജ് ചെയ്യുന്നത്, മറ്റേതിൽ എന്താണ്? ഡയറക്ട്ലി അതിൽ പിന്നെ ഏജന്റിന് ചാർജിൽ ആണ് കണ്ടീഷൻ. വാട്ട് ആർ ദ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്? ഓഫ് ആണ്, അത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റുകൾ ഏതെല്ലാം ഉള്ളത്? മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ റൈസർ സിസ്റ്റം ഉപയോഗിക്കാം. ഓക്കെ, ഡ്രൈ റൈസർ ഉപയോഗിക്കാം, വെറ്റ് റൈസർ ഉപയോഗിക്കാം. ഇനിയോ പിന്നെ മറ്റുള്ള ഇതിലൊക്കെ ഹൈഡ്രന്റ് സിസ്റ്റവും ഉപയോഗിക്കാം. നോർമലി മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ ഏതാണ് ഡ്രൈ റൈസർ ഉണ്ട്, ഏതാണ് വെറ്റ് റൈസർ ലോ ആൻഡ് വെറ്റ് റൈസർ ഹൈ റൈസ് ബിൽഡിംഗ്. 3 കണ്ടീഷനിലാണ് എഴുതുക. ഓക്കെ, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ. ഇനി മറ്റുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഇതുള്ള സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അതൊക്കെ ഏതാണ്? കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഏതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാകെ ഫ്ലോറിലേക്കും എല്ലാം പറ്റില്ല, ഓരോ ഏരിയയ്ക്ക് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ? ഹീറ്റ് ട്രാൻസ്മിഷന്റെ 3 മെത്തേഡ്: കണ്ടക്ഷൻ, കൺവെക്ഷൻ. സിമ്പിൾ ആണെങ്കിൽ 3 എഴുതിയാൽ മതി. അതെല്ലാം മാർക്ക് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതേണ്ടി വരും. ലാസ്റ്റ് സ്ലൈഡാണ്. ഓക്കെ, 6th ഏതാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ജോഗി പമ്പ് ഇൻ ഹൈഡ്രൻ സിസ്റ്റം? ഹൈഡ്രൻ സിസ്റ്റത്തിൽ ജോഗി പമ്പ് എന്താണ്? കോൺസ്റ്റന്റ്ലി മെയിൻ വർക്കിംഗ് പ്രഷർ ഇൻ ദ ഹൈഡ്രൻ സിസ്റ്റം. വർക്കിംഗ് പ്രഷറായ 7 bar. ഓക്കെ, എല്ലാ സമയത്തും 24 hours എന്ത് ചെയ്യുന്നു? ഹൈഡ്രൻ സിസ്റ്റത്തിൽ 7 bar പ്രഷർ ഉണ്ട് എന്ന്, വെള്ളത്തിന്റെ 7 bar പ്രഷറിൽ വെള്ളം അവൈലബിൾ ആണെന്ന് എൻഷുർ ചെയ്യുന്ന പമ്പിനെയാണ് ജോഗി. അത് ഓട്ടോമാറ്റിക് പമ്പാണ്. പ്രഷർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്യും, സ്റ്റാർട്ട് ചെയ്തും പ്രഷർ ആയിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അതിൽ ഡ്രോപ്പ് വീഴാണ്, വീണ്ടും അതിനെയാണ് ജോഗി പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെയിം ദ മെയിൻ കോമ്പണൻസ് ഓഫ് ഫയർ അലാം സിസ്റ്റം. ഞാൻ ഡയഗ്രത്തിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെല്ലാണ് സോണിൽ വരുന്ന സെൻസേഴ്സ്, പിന്നെ കണക്റ്റിംഗ് കണ്ടക്ടേഴ്സ്, അത് കഴിഞ്ഞിട്ട് മെയിൻ കൺട്രോൾ ബോർഡ്, അതിലുള്ള അലാം സിസ്റ്റം, പിന്നെ
പിന്നെ പ്രൈമറി പവർ സപ്ലൈ, സെക്കൻഡറി പവർ സപ്ലൈ, പിന്നെ സ്വിച്ചിങ് സിസ്റ്റം, ഇതെല്ലാം എല്ലാം പറഞ്ഞു തന്നിട്ട് റിമോട്ട് അതുപോലെ ബൈഹാർട്ടാക്കി എഴുതിക്കൊള്ളുക. Then what do you mean by pass in fire fighting? Pass എന്ന് വെച്ചാൽ എന്താണ്? ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് മെത്തേഡ് ഓഫ് എ പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് പാസ്. പാസ് മീൻസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് എ പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ബൈ എ ഇൻഡിവിജ്വൽ. ഒരാൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഇതാ പാസ്. PASS. Pass എന്ന് വെച്ചാൽ P means pull the safety pin, aim the nozzle towards fire, squeeze the lever and sweep the jet over the അല്ലെങ്കിൽ sweep the agent over the fire. Sweep quickly എന്നുള്ളതാണ്. ഓക്കെ, sweep the surface of fire എന്നും എഴുതിയാൽ മതി. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക്, അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങൾക്ക് ഇതാ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡ്രഞ്ചേഴ്സ്? ഡ്രഞ്ചർ എവിടെയാണ്? ഡ്രഞ്ചേഴ്സ് ആർ ഫിറ്റഡ് external to the building to protect from external threat അല്ലെങ്കിൽ external fire. അതിൽ മൂന്നിടത്താണ് ഫിറ്റ് ചെയ്യുന്നത്. 3 types ഏതാണ്? റൂഫ് ഡ്രഞ്ചേഴ്സ്, വാൾ ഡ്രഞ്ചേഴ്സ് ആൻഡ് വിൻഡോ ഡ്രഞ്ചേഴ്സ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് AFF ആൻഡ് വേർ ഇറ്റ് ഈസ് യൂസ്ഡ്? AFF എന്താണ്? AFF ഈസ് ദ മെക്കാനിക്കൽ കോമ്പൗണ്ട് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മെക്കാനിക്കൽ ഫോം. അതാണ് AFF, aqueous film forming foam. എന്താ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, വേർ ഇൻ മെക്കാനിക്കൽ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. ഇറ്റ് ഇത് ഏതാണ്? ഫോമിംഗ് ഏജന്റ് ആണ്. ഓക്കെ, വെള്ളമായിട്ട് കൂട്ടിച്ചേർത്ത് പത സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫോം കോമ്പൗണ്ട് ആണ് ഇത് AFF. AFF is a mechanical foam compound used for producing mechanical foam. Okay, name the major component of fire hydrant system. Hydrant system പറഞ്ഞു തന്നിട്ടുണ്ട്. ടാങ്ക് വേണം, പിന്നെ പമ്പ് ഹൗസ് വേണം. പമ്പ് ഹൗസിൽ 3 ടൈപ്പ് പമ്പ് ഉണ്ട്. ഏതാണ്? ജോഗി പമ്പ്, മെയിൻ പമ്പ്. മെയിൻ പമ്പിന് ഇലക്ട്രിക്കൽ പമ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്യൂവൽ പമ്പ് ഉണ്ട്. ഓക്കെ, അതിലാണ് മെയിൻ പമ്പും സ്റ്റാൻഡ് ബൈ പമ്പും എന്നെല്ലാം പറയാം. ഓക്കെ, പിന്നെ എന്തുണ്ട്? ഹൈഡ്രന്റ് നെറ്റ്വർക്ക്, പൈപ്പ് മുകളിൽ കൂടെയും താഴെ കൂടെ എല്ലാം കവർ ചെയ്ത് പോകുന്ന പൈപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ പൈപ്പിൽ പലയിടത്തും എന്തുണ്ട്? ഹൈഡ്രന്റ് വാൾവുകളുണ്ട്. ഓക്കെ, പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഹൈഡ്രന്റ് വാൾവ് ഏതുണ്ട്? പില്ലർ ഹൈഡ്രന്റ് ഉണ്ട്, ഗ്രൗണ്ട് ഹൈഡ്രന്റ് ഉണ്ട്, അതേപോലെ തന്നെ പോസ്റ്റ് ഹൈഡ്രന്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തുണ്ട്? ഹോസും നോസിലും ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പല അനവധി ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. ബേസിക് ആയിട്ട് മെയിൻ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്ന നോട്ടിന്ന് കൃത്യമായിട്ട് വീണ്ടും വായിച്ചു പിടിക്കുക. ഓക്കെ, which are the fire protection installation in various industries? Fire protection installation വരുമാണ് ഫിക്സഡ് ഇൻസ്റ്റലേഷന്റെ പ്രധാനമായിട്ട് വരുന്നത്. അതിലേതാണ്? സ്പ്രിംഗ്ലർ സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതാ വരുന്നത്? സ്പ്രിംഗ്ലർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡില്യൂട്ട് സിസ്റ്റം, സ്പ്രേ സിസ്റ്റം, ഓക്കെ, ഫോം മേക്കിംഗ് സിസ്റ്റം, ദെൻ CO2 ഡ്രഞ്ചിങ് സിസ്റ്റം, DCP ഡ്രഞ്ചിങ് സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ അനവധി ടൈപ്പിൽ ഇൻസ്റ്റലേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ടർ ടൈപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ഇൻഡസ്ട്രീസിൽ പല രീതിയിലും ഉപയോഗിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്പ്രിംഗ്ലർ, ഡില്യൂട്ട് സിസ്റ്റം, പിന്നെ സ്പ്രേ സിസ്റ്റം. സ്പ്രേ സിസ്റ്റം തന്നെ 2 പേർക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്ത് മാർക്കിന്റെ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഓക്കെ, പിന്നെ ഫയർ അലാമും ഇതിന്റെ പാട്ടാണ്. അതിൽ കൂടാതെ പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷറും ഫയർ പ്രൊട്ടക്ഷൻ്റെ ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ. പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷറും നിങ്ങൾ ഇൻസ്റ്റലേഷൻ എഴുതുമ്പോൾ അതിന് ഇൻസ്റ്റാൾഡ് ഇത് തന്നെയാണ് അതിലും വരുന്നത്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ വെറ്റ് റൈസർ സിസ്റ്റം. ഒരു റൈസർ സിസ്റ്റം മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് മുകളിലെ ടാങ്ക്, റൈസർ പൈപ്പ്, ഓരോ പിന്നെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് എത്തുന്ന ഏതാണ്? ലാൻഡിംഗ് വാൾവ്. ലാൻഡിംഗ് വാൾവിൽ പിന്നെ കണക്ട് ചെയ്ത് ഏതുണ്ട്? ഹോസ്, റീൽ ഹോസ്, ഇത്രയും കാണിക്കുക. പിന്നെ ഗ്രൗണ്ട് ലെവലിൽ ആര് വരുന്നത്? പുറത്തേക്കായിട്ട് ഫയർ ബ്രിഗേഡ്, പമ്പിംഗ് ഇൻലെറ്റ്, അതിന്റെ മുഴുവൻ കാണിക്കുക. അതാണ് ഇത്. പിന്നെ എന്തുണ്ട്? മുകളിൽ വെട്ടറൈസ് സിസ്റ്റം ആണെങ്കിൽ ടെറസ് പമ്പ് കാണിക്കണം. ഓക്കെ, ആ ഡയഗ്രാം കറക്റ്റ് എഴുതി വരഞ്ഞ്
പഠിച്ചുകൂടാ. ഓക്കെ, വാട്ട് ഈസ് ഫ്ലാഷ് പോയിന്റ്? ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ചാൽ ഏത് ടെമ്പറേച്ചറിലാണ് ഒരു ലിക്വിഡ് അത് വാതകമായിട്ട് കത്താൻ ഉതകുന്ന വേപ്പർ വരുന്നത്, അതിനെയാണ് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് നോട്ട് തന്നിട്ട് കൃത്യമായി ബൈഹാർട്ട് ആക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്രസ്സബിൾ ആൻഡ് കൺവെൻഷണൽ ഫയർ അലാം സിസ്റ്റം? നോക്കിയുള്ള ഡിഫറൻസ്. കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓൾഡ് സിസ്റ്റം ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെൻസറും കൺട്രോൾ ബോർഡുമായിട്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ വയറിംഗ് വേണം. അഡ്രസ്സിബിൾ സിസ്റ്റത്തിൽ ഒരു കോമൺ വയർ, ഒരൊറ്റ കോമൺ വയർ ഉപയോഗിച്ച് എൻറ്റയർ സോണ് നിങ്ങൾക്ക് വയറിംഗ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഓരോ സെൻസറും മൈക്രോ പ്രോസസർ കൺട്രോൾഡ്. അഡ്രസ്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഐഡന്റിഫൈ ചെയ്യാനുള്ള മൈക്രോ പ്രോസസർ അഡ്രസ്സിംഗ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇതിലാണ് വളരെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ബിൽഡിങ്ങിൽ നമ്മൾ ഒരൊറ്റ രണ്ട് പാരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നും ഔട്ടും, നമ്മൾ ന്യൂട്രൽ ഫേസ് എന്ന് പറയുന്ന പോലെ പോവാനൊന്ന് തിരിച്ചു വരാനൊന്ന്, ചില കണ്ടീഷനിൽ ഒരു എർത്തും, അങ്ങനെ 3 വയർ ഉപയോഗിച്ച് എൻറ്റയർ സിസ്റ്റത്തെ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻ കുറവാണ്. കൺവെൻഷൻ വളരെ ഓൾഡ് ആണ്, പക്ഷെ ഏതാണ് ഇന്ന് അത് ഉപയോഗിക്കാതിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഓരോ സെൻസറിനും നമ്മൾ ഇൻഡിവിജ്വൽ വയർ, നമ്മുടെ വീട്ടിലെ വയറിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ബൾബും സ്വിച്ചും കൊണ്ടുവരുന്നവരെ കൺട്രോൾ പാനലിലേക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് വയറിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ ലേറ്റസ്റ്റ് എന്താണ്, ഒരൊറ്റ പൈപ്പിംഗ് ലൈനിനുള്ളിൽ കൂടെ പോകുന്ന ഫയർ പ്രൂഫ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, വാട്ട് ആർ ദ സ്മോൾ ഗിയേഴ്സ് ആൻഡ് ഗിയേഴ്സ് ആണ്. സ്മോൾ ഗിയേഴ്സ് എന്താണെന്ന് ഫയർ ഫൈറ്റിംഗ് ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂള്, ഹാമറിങ്, ബ്രേക്കിംഗ് ടൂള് എന്നൊക്കെ പറഞ്ഞ ഒരു ടൂൾസ് എന്നതാണ് അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ എഴുതിക്കൊള്ളുക. വാട്ട് ആർ ദ ചെക്ക് പോയിന്റ് ഓഫ് പവർ പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഇൻസ്പെക്ഷൻ? ഒരു പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ചെക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം? ഓക്കെ, ആദ്യം എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്റേണൽ ആകുമ്പോൾ എന്താണ്, ക്യാപ്പ് അസംബ്ലി നോക്കണം. അതിൻ്റെ ഓരോ പാർട്ട് ഏതാ, സേഫ്റ്റി ക്ലിപ്പ്, പിന്നെ ഹോഴ്സുകൾ, പിന്നെ കാർട്രേജിൻ്റെ സർവീസബിലിറ്റി, തൂക്കി നോക്കി സർവീസബിലിറ്റി, ഏജന്റ് ലെവൽ ചെക്ക് ചെയ്യണം, നോസിലെല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കണം, റബ്ബർ വാഷേഴ്സ് ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഇൻസ്പെക്ഷൻ പോയിന്റ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മോക്ക് ഇവാക്യുവേഷൻ ഡ്രിൽ? മോക്ക് ഇവാക്യുവേഷൻ ഡ്രിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ് തീ പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പാനിക്കായി പോകും, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കുന്ന പ്രാക്ടിക്കലായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നതാണ് മോക്ക് ഡ്രിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പുറത്തു വരിക എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു ഡ്രില്ലിനെയാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒക്യുപ്പൻസിന്റെ സുരക്ഷിതമായി പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു നല്ല പ്ലേസിൽ അവരെ രക്ഷിക്കുന്നത്, ബിൽഡിങ്ങിന് പുറത്തെത്തിച്ച് സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതിനാണ് ഇവാക്യുവേഷൻ ഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ.